നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡുവൽ കംപ്രഷൻ സൈക്കിളാണ് തുടങ്ങാൻ പോകുന്നത്. ഡുവൽ കംപ്രഷൻ സൈക്കിളിന് പല പേരുകളിൽ അറിയപ്പെടുന്നു. മിക്സഡ് സൈക്കിൾ, സ്പ്രിംഗ്ലർ സൈക്കിൾ, സെലിൻഡർ സൈക്കിൾ ഓർ സെബാറ്റിക് സൈക്കിൾ. അപ്പോൾ ഈ പേരുകളുടെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ഇത് വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ആവശ്യം വേണ്ടി വന്നാലായിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ വെച്ചിരിക്കുന്നതാണ് ഈ ടൈപ്പ് ഓഫ് പേരുകളെ. യൂഷ്വലി ഡുവൽ സൈക്കിൾ എന്ന് തന്നെയാണ് പറയുന്നത്. മിക്ക എക്സാമുകളിലും ഡുവൽ സൈക്കിൾ എന്ന് തന്നെ നമ്മൾ ഈ സൈക്കിളിനെ പറഞ്ഞിട്ടുണ്ട്. ഈ പേരുകൾ വളരെ വളരെ റയറായിട്ട് എപ്പോഴോ ഒക്കെ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ഈവൻ നമ്മളുടെ ഈ ജെഇ ലെവൽ എക്സാമിനൊക്കെ നമുക്ക് യൂഷ്വലി കാണുന്നതാണ്. ഓക്കെ, അപ്പോ ഡ്യുവൽ സൈക്കിളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ദി ഓട്ടോ സൈക്കിൾ ആൻഡ് ഡീസൽ സൈക്കിൾ. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഓട്ടോ ആൻഡ് ഡീസൽ. അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞായിരുന്നു, ഓട്ടോ സൈക്കിളിലെ ഹീറ്റ് അഡീഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വോളിയവും ഡീസൽ സൈക്കിളിലെ ഹീറ്റ് അഡീഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് പ്രഷർ. ആ ഒരൊറ്റ വ്യത്യാസമാണ് നമ്മളുടെ ആ രണ്ട് സൈക്കിളുകളിലും ഉള്ളത്. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മളുടെ ഡുവൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഡുവൽ സൈക്കിളിന്റെ പ്രത്യേകത, ഡുവൽ സൈക്കിൾ ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഓട്ടോ ആൻഡ് ഡീസൽ സൈക്കിൾ. അതായത് നമ്മളുടെ ഹീറ്റ് അഡീഷൻ പ്രോസസ് ബാക്കി എല്ലാം സെയിം ആണ്, ബാക്കി എല്ലാം സെയിം. ഓൺലി തിങ് ഈസ് ഹീറ്റ് അഡീഷൻ പ്രോസസ് ടേക്സ് പ്ലേസ് partly at constant volume and partly at constant pressure. കോൺസ്റ്റന്റ് വോളിയത്തിലും കോൺസ്റ്റന്റ് പ്രഷറിലുമായി, അതായത് പകുതി അല്ലെങ്കിൽ ഭാഗം നമ്മളുടെ കോൺസ്റ്റന്റ് വോളിയത്തിലും ബാക്കി കുറച്ച് കോൺസ്റ്റന്റ് പ്രഷറിലുമായിട്ട് നടക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡുവൽ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോ ഓക്കെ, ഇനി ബാക്കിയുള്ളതെല്ലാം സെയിം തന്നെ. ബാക്കിയുള്ളതെല്ലാം സെയിം തന്നെ എന്ന് പറയുമ്പോൾ എടുത്തു പറഞ്ഞിരിക്കുന്നത് ഹീറ്റ് ഈസ് റിജക്റ്റഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. നമുക്കത് ബാക്കിയുള്ള രണ്ട് സൈക്കിളിനും അത് തന്നെയാണ്, എങ്കിലും അതൊന്ന് മെൻഷൻ ചെയ്തേ ഉള്ളൂ. ഇനി നമ്മുടെ കംപ്രഷൻ ആൻഡ് എക്സ്പാൻഷൻ പ്രോസസ് അതും എന്ത് തന്നെയാണ്, ബാക്കിയുള്ള സൈക്കിളുകളിൽ ഉള്ളതുപോലെ ഐസെൻട്രോപിക് പ്രോസസ് തന്നെയാണ്. ഓക്കെ, അപ്പോ എങ്ങനെയാണ് ഈ പ്രോസസ്സുകൾ അച്ചീവ് ചെയ്യുക എന്ന് നമ്മൾ കഴിഞ്ഞ 3 സൈക്കിളുകളിലും പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ ഒരു സൈക്കിളിൽ അത് ഒഴിവാക്കാം എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ഈ പ്രോസസ്സുകൾ അച്ചീവ് ചെയ്യുന്നതെന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. അത് ഓക്കെ ആണോ, ക്ലിയർ ആണോ? നമ്മൾ കഴിഞ്ഞ 3 സൈക്കിളുകളിൽ അത് പറഞ്ഞതാണ്. ഇതിന് ഒന്നുകൂടെ അത് പറയണോ? നമ്മൾ എങ്ങനെ ഐസെൻട്രോപിക് കംപ്രഷൻ അച്ചീവ് ചെയ്യുന്നു? നമ്മൾ സിലിണ്ടറിൽ എയർ എടുക്കുന്നു, എന്നിട്ട് അതിനെ നമ്മൾ ഇൻസുലേറ്റ് ചെയ്യുന്നു. ഇൻസുലേറ്റ് ചെയ്യണം, സിലിണ്ടറിനെ ഇൻസുലേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വർക്കിന്റെ സഹായത്തോടു കൂടി നമ്മൾ ഇതിന്റെ അകത്തുള്ള എയറിനെ കംപ്രസ് ചെയ്യണം. അതായത് ഒരു എക്സ്റ്റേണൽ വർക്കിന്റെ സഹായത്തോടു കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സിലിണ്ടറിന്റെ അകത്തുള്ള എയറിനെ നമ്മൾ കംപ്രസ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ അച്ചീവ് ചെയ്യുന്ന ആ ഒരു കംപ്രഷൻ പ്രോസസ്, അതെന്ത് കംപ്രഷൻ ആയിരിക്കും? ഇൻസുലേറ്റ് ചെയ്ത് നമ്മൾ കംപ്രസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ, ഇൻസുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് സീറോ. സോ ഇൻസുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കംപ്രസ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പ്രോസസ് എന്ന് പറയുന്നു? ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലാത്തതുകൊണ്ടും റിവേഴ്സിബിൾ ആയതുകൊണ്ട് എന്തെന്ന് പറയുന്നു? അഡയബാറ്റിക് കംപ്രഷൻ. റിവേഴ്സിബിൾ ആയതുകൊണ്ട് നമ്മൾ ഇതെല്ലാം ഐഡിയൽ സൈക്കിൾ ആയിട്ടാണ് പറയുന്നത്. റിവേഴ്സിബിൾ ആയതുകൊണ്ട് അത് ഒരു ഐസെൻട്രോപിക് കംപ്രഷൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ 1 to 2 നമ്മളുടെ ഐസെൻട്രോപിക് കംപ്രഷൻ. 2 എന്ന് പറയുന്ന പ്രോസസ് എത്തിയതിനു ശേഷം, അല്ലെങ്കിൽ 2 എന്ന് പറയുന്ന സ്റ്റേറ്റ് പോയിന്റ് എത്തിയതിനു ശേഷം നമ്മള് ഒരു സ്റ്റോപ്പർ വെച്ചുകൊണ്ട് നമ്മളുടെ പിസ്റ്റന്റെ മൂവ്മെന്റിനെ റെസ്ട്രിക്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ പിസ്റ്റന്റെ മൂവ്മെന്റിനെ റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? എന്ത് പ്രോസസ് ആണ്? പിസ്റ്റന്റെ മൂവ്മെന്റിനെ റെസ്ട്രിക്ട് ചെയ്ത കോൺസ്റ്റന്റ് വോളിയം. അപ്പൊ വോളിയം കോൺസ്റ്റന്റ് ആക്കി നിർത്തിക്കൊണ്ട് നമ്മൾ ഇവിടെ ഒരു ഹോട്ട് ഒബ്ജക്റ്റ് വെച്ചുകൊണ്ട് ഹീറ്റിനെ ആഡ് ചെയ്യുന്നു. ആ ഇൻസുലേഷൻ ഹീറ്റിനെ അകത്തോട്ട് ആഡ് ചെയ്യും. ഇങ്ങനെ നമ്മൾ 3 എന്ന് പറയുന്ന ഒരു പൊസിഷനിലോട്ട് എത്തും. 3
ഹീറ്റ് ആഡ് ചെയ്യും കോൺസ്റ്റന്റ് വോളിയത്തിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ അഡീഷൻ ഓഫ് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം അല്ലെങ്കിൽ ഐസോകോറിക് ഹീറ്റ് അഡീഷൻ പ്രോസസ് എന്ന് പറയുന്ന ഒരു പ്രോസസ് നമ്മൾ അച്ചീവ് ചെയ്യും. ഇനി ഇതേ പോയിന്റിൽ നിന്നുകൊണ്ട് നമ്മൾ ആ സ്റ്റോപ്പറിനെ അങ്ങ് റിമൂവ് ചെയ്യുന്നു, എന്നിട്ട് എഗെയിൻ നമ്മൾ ഹീറ്റ് ആഡ് ചെയ്യുന്നു. ഇത്തവണ നമ്മൾ സ്റ്റോപ്പറിനെ മാറ്റുകയാണ്. സ്റ്റോപ്പറിനെ മാറ്റുമ്പോൾ കോൺസ്റ്റന്റ് വോളിയം നേച്ചർ അവിടെ നിന്ന് മാറുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുമ്പോ നമുക്കറിയാം ഗ്യാസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ അയാൾ എക്സ്പാൻഡ് ചെയ്ത് ഒരു പുതിയൊരു പോയിന്റിലോട്ട് എത്തുന്നു. അതാണ് പോയിന്റ് 4. നമ്മൾ സ്റ്റോപ്പറിനെ റിമൂവ് ചെയ്തു, എഗെയിൻ ഹീറ്റ് ആഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഗ്യാസിന്റെ പ്രഷർ ബിൽഡപ്പ് ചെയ്യുന്നില്ല, പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുന്നു. സോ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ പ്രോസസ്, കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ പ്രോസസ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹീറ്റ് അഡീഷൻ പ്രോസസ് എന്തായി? കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ അല്ലെങ്കിൽ ഐസോബാർ. അങ്ങനെ 4 എന്ന് പറയുന്ന പോയിന്റിൽ എത്തുന്നു. 4 എന്ന് പറയുന്ന പോയിന്റിൽ എത്തിയതിനു ശേഷം ഇനി എന്ത് ചെയ്യുന്നു? നമ്മൾ എഗെയിൻ ഈ എൻറ്റയർ സിസ്റ്റത്തിനെ ഇൻസുലേറ്റ് ചെയ്യുന്നു. നമ്മള് ഹീറ്റ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഗ്യാസ് ഹീറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഗ്യാസ് അല്ല എയർ. അപ്പോ ഏതോ ഒരു പോയിന്റിൽ വെച്ച് നമ്മൾ ആ ഹീറ്റ് അഡീഷൻ നിർത്തി. സോ ആ ഗ്യാസ് അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എക്സ്പാൻഷൻ ആണ്. കാരണം അയാൾക്ക് കുറെ എനർജി കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ആ കിട്ടിയ എനർജിയെ വെച്ചുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ പിസ്റ്റണെ അയാൾ പുഷ് ചെയ്ത് നമ്മളെ എൻഡ് പോയിന്റിലോട്ട് എത്തിക്കുന്നു. ഈ സമയം നമ്മൾ എഗെയിൻ സിലിണ്ടറിനെ ഇൻസുലേറ്റ് ചെയ്തിരുന്നത് കൊണ്ട് നമ്മൾക്ക് കിട്ടിയ എക്സ്പാൻഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലാത്ത എക്സ്പാൻഷൻ പ്രോസസ്. അതിനെ നമ്മൾ അഡയാബാറ്റിക് എക്സ്പാൻഷൻ എന്ന് വിളിക്കുന്നു. അഡയാബാറ്റിക് എക്സ്പാൻഷൻ. അപ്പോ 4 to 5 അഡയാബാറ്റിക് എക്സ്പാൻഷൻ ആണ്. എഗെയിൻ അതൊരു റിവേഴ്സിബിൾ പ്രോസസ് ആയതുകൊണ്ട് നമ്മൾ ആ ഒരു പ്രോസസ്സിനെ ഐസെൻട്രോപിക് എക്സ്പാൻഷൻ എന്ന് വിളിച്ചു. ഐസെൻട്രോപിക് എക്സ്പാൻഷൻ റീച്ചിങ് പോയിന്റ് 5. ആഫ്റ്റർ റീച്ചിങ് പോയിന്റ് 5 നമ്മൾ എഗെയിൻ ഒരു സ്റ്റോപ്പർ വെക്കുന്നു, എന്നിട്ട് ഒരു കോൾഡ് ബോഡി കൊണ്ട് വെക്കുന്നു. അപ്പോ ആ സമയം നമ്മൾ ആ ഇൻസുലേഷൻ കൂടെ റിമൂവ് ചെയ്താൽ ഹീറ്റ് പുറത്തേക്ക് പുറന്തള്ളപ്പെടും. ഹീറ്റ് റിജക്ഷൻ ടേക്സ് പ്ലേസ്. ആ ഒരു സമയത്ത് സ്റ്റോപ്പർ വെച്ചത് കൊണ്ട് പിസ്റ്റന്റെ മൂവ്മെന്റ് ഉണ്ടാവുന്നില്ല. പിസ്റ്റന്റെ മൂവ്മെന്റ് ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ കിട്ടിയ പ്രോസസ് കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ പ്രോസസ്. സോ കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ പ്രോസസ് നമുക്ക് 5 to 1 നമ്മുടെ ഇനീഷ്യൽ സ്റ്റേജിൽ കൊണ്ടുവരുന്ന രീതിയിൽ നടക്കുന്നു. ഇങ്ങനെ നമ്മളുടെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആകുന്നു. ആദ്യം ഇൻസുലേറ്റ് ചെയ്തു, വർക്ക് കൊടുത്തു, 1 to 2 കംപ്രഷൻ നടത്തി. ഇൻസുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല, അഡയാബാറ്റിക്. ഈ ഒരു എൻറ്റയർ സൈക്കിൾ റിവേഴ്സിബിൾ അസ്യൂം ചെയ്യുന്നത് കൊണ്ട് റിവേഴ്സിബിൾ അഡയാബാറ്റിക്, വിച്ച് ഈസ് ഐസെൻട്രോപിക് കംപ്രഷൻ. ആഫ്റ്റർ റീച്ചിങ് പോയിന്റ് 2 നമ്മൾ അവിടെ ചെയ്തത് ഒരു സ്റ്റോപ്പർ വെച്ച് കൊടുത്തു, എന്നിട്ട് ഹീറ്റ് ആഡ് ചെയ്യുന്നു. ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ സ്റ്റോപ്പർ വെച്ചുകൊണ്ട് ഹീറ്റ് ആഡ് ചെയ്യുന്നത് കൊണ്ട് അവിടെ നടക്കുന്ന ഹീറ്റ് അഡീഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഐസോകോറിക് ഹീറ്റ് അഡീഷൻ പ്രോസസ്. സോ ഐസോകോറിക് ഹീറ്റ് അഡീഷൻ പ്രോസസ് നമ്മൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചു. സോ 2 to 3 ഐസോകോറിക് ഹീറ്റ് അഡീഷൻ പ്രോസസ് നടന്നു. പോയിന്റ് 3 എത്തിയതിനു ശേഷം നമ്മൾ സ്റ്റോപ്പർ റിലീസ് ചെയ്തു, എന്നിട്ടും ഹീറ്റ് അഡീഷൻ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ സ്റ്റോപ്പർ റിലീസ് ചെയ്തതുകൊണ്ട് പ്രഷർ ബിൽഡപ്പ് ചെയ്യുന്നില്ല.
അതുകൊണ്ട് നമ്മൾ ആ ഒരു പ്രോസസ്സിനെ ഐസോബാറിക് ഹീറ്റ് അഡീഷൻ പ്രോസസ് എന്ന് വിളിച്ചു. ഐസോബാറിക് ഹീറ്റ് അഡീഷൻ പ്രോസസ്. അങ്ങനെ 0.4 എത്തിയതിനു ശേഷം നമ്മൾ സിലിണ്ടറിനെ പിന്നെയും ഇൻസുലേറ്റ് ചെയ്തു. ഓൾറെഡി റിസീവ് ചെയ്ത ഹീറ്റിന്റെ എനർജിയിൽ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നു. ഇൻസുലേറ്റ് ചെയ്തിരിക്കുന്ന സിറ്റുവേഷനിൽ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നു, വിച്ച് ഈസ് അഡയാബാറ്റിക് എക്സ്പാൻഷൻ. അതിനെ നമ്മൾ ഐസെൻട്രോപിക് എക്സ്പാൻഷൻ എന്ന് വിളിച്ചു. 0.5 എത്തിയതിനു ശേഷം ഹീറ്റിനെ റിജക്ട് ചെയ്യുന്നു. ഹീറ്റിനെ റിജക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റോപ്പർ വെച്ച് പിസ്റ്റന്റെ മൂവ്മെന്റ് അറസ്റ്റ് ചെയ്യുന്നു. സോ നമുക്ക് അവിടെ കിട്ടുന്ന പ്രോസസ് ഐസോകോറിക് ഹീറ്റ് റിജക്ഷൻ പ്രോസസ് റീച്ചിങ് 0.1 വിച്ച് ഈസ് ദി ഇനീഷ്യൽ പോയിന്റ്. അങ്ങനെ നമ്മളുടെ ഒരു എൻറ്റയർ സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നു. സോ ഇതാണ് ഡുവൽ കംബഷൻ സൈക്കിളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഹീറ്റ് അഡീഷൻ രണ്ട് പ്രോസസ്സിൽ നടക്കുന്നു. ഇത് നമ്മുടെ ടി എസ് ഡയഗ്രത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നോക്കി 2-3 ഒരു കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡീഷൻ നടന്നു. പിന്നെ 3-4 അത് കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ നടക്കുന്നു. ഇവിടെ രണ്ടിന്റെയും ആ ഒരു പ്ലോട്ടിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാണ്? സ്ലോപ്പ് ഓഫ് ഗ്രാഫ്. എങ്ങനെയാണ് ഇതിന്റെ സ്ലോപ്പ് വന്നിരിക്കുന്നത്? അതായത് കുറെ കൂടെ സ്ലോപ്പ് ഉള്ളത് നമ്മളുടെ കോൺസ്റ്റന്റ് വോളിയത്തിനും സ്ലോപ്പ് കുറവുള്ളത് കോൺസ്റ്റന്റ് പ്രഷർ. സ്ലോപ്പ് ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്റ്റീപ്പ് ആയിട്ടിരിക്കുന്നത് നമ്മളുടെ കോൺസ്റ്റന്റ് വോളിയത്തിനും സ്റ്റീപ്നെസ് കുറവുള്ളത് കോൺസ്റ്റന്റ് പ്രഷർ. അങ്ങനെ നമ്മൾക്ക് ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് ആ ഒരു ഇൻഫർമേഷൻ കൂടെ എടുക്കാൻ സാധിക്കണം. എങ്ങനെയായിരിക്കും നമ്മളുടെ ഒരു ഐസോകോറിക് ഐസോബാറിക്കിന്റെ സ്ലോപ്പ് ഇൻ ടി എസ് ഡയഗ്രം. ഓക്കെ, സോ ഇതാണ് പി വി ഡയഗ്രാം ആൻഡ് ടി എസ് ഡയഗ്രാം ഫോർ ഡുവൽ കംബഷൻ സൈക്കിൾ. എന്താണ് പ്രോസസ് എന്നും എന്താണ് അതിന്റെ ടി വി ആൻഡ് ടി എസ് ഡയഗ്രാം എന്നും ഇതിൽ നിന്ന് ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണ് സാർ. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ഡുവൽ കംബഷൻ സൈക്കിളും കൂടെ കഴിയുമ്പോൾ മറ്റൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഈ മൂന്ന് സൈക്കിളിന്റെ ഒരു കമ്പാരിസൺ. ഈ മൂന്ന് സൈക്കിളിന്റെ കമ്പാരിസൺ വരുന്നത് മൂന്ന് സൈക്കിളിനും സെയിം കംപ്രഷൻ റേഷ്യോ കൊടുത്താൽ അവരുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും. പെർഫോമൻസ് ഇൻ ദ സെൻസ് എഫിഷ്യൻസി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എഫിഷ്യൻസി ഓഫ് അല്ലെങ്കിൽ എഫിഷ്യൻസി ആർക്കാണ് കൂടുതൽ, ഓട്ടോ, ഡീസൽ ആൻഡ് ഡുവൽ. അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പാരാമീറ്ററിനെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കണമല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്ന ഒരു പാരാമീറ്റർ ആണ് നമ്മളുടെ കംപ്രഷൻ റേഷ്യോ. കംപ്രഷൻ റേഷ്യോ. അപ്പൊ കംപ്രഷൻ റേഷ്യോയെ കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് ഈ മൂന്ന് സൈക്കിളിനും ഉണ്ടാവുന്ന പെർഫോമൻസിന്റെ വേരിയേഷൻ അത് നമ്മളൊന്ന് നോക്കാൻ പോവാണ്. പിന്നെ നമ്മൾ കമ്പാരിസൺ നടത്തുന്നത് ഓട്ടോ ആൻഡ് ഡീസൽ സൈക്കിളിന് അവിടെ നമ്മൾ വരുത്തുന്ന അല്ലെങ്കിൽ അവിടെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്ന നമ്മളുടെ പാരാമീറ്റർ എന്ന് പറയുന്നത് മാക്സിമം പ്രഷർ. മാക്സിമം പ്രഷർ. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു കമ്പാരിസൺ നോക്കാം. ഈ കമ്പാരിസന്റെ പ്രത്യേകത, ഈ കമ്പാരിസൺ യൂഷ്വലി പല തരത്തിലുള്ള എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈവൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷൻ ആണെന്ന് തോന്നുന്നു. അതിലും നമുക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറിഗേഷൻ നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അസിസ്റ്റന്റ് പ്രൊഫസറിന് ശേഷം അത്യാവശ്യം കടുകൊക്കെ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അത്. അപ്പൊ അതിനകത്ത് പോലും ഈ പറയുന്ന കമ്പാരിസൺ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. കമ്പാരിസൺ ഓഫ് ഓട്ടോ, ഡീസൽ ആൻഡ് ഡുവൽ സൈക്കിൾ. അപ്പോ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു 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 ഏരിയ ആണ് നമ്മുടെ ഈ പറയുന്ന കമ്പാരിസൺ ഓഫ് ഓട്ടോ, ഡീസൽ ആൻഡ് ഡുവൽ. അപ്പൊ നമുക്ക് അതിനകത്തോട്ട് പോവാം. സോ ഫസ്റ്റ് വൺ, നമ്മൾ മൂന്ന് സൈക്കിളിനും സെയിം കംപ്രഷൻ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ ഈ പറയുന്ന എഫിഷ്യൻസിയുടെ പെർഫോമൻസ് നോക്കാൻ പോവാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് പി വി ഡയഗ്രാം അവൈലബിൾ ആണ് ആൻഡ് ടി എസ് ഡയഗ്രാം അവൈലബിൾ ആണ്. സോ ഫസ്റ്റ് വൺ പി വി ഡയഗ്രാം, സെക്കൻഡ് വൺ ടി എസ് ഡയഗ്രാം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1 എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ഇവിടെ തുടങ്ങും. പോയിന്റ് 1 നമ്മൾ പറഞ്ഞു മൂന്ന് സൈക്കിളിനും സെയിം കംപ്രഷൻ റേഷ്യോ ആണ് കൊടുക്കുന്നത്. കംപ്രഷൻ എന്താന്ന് നമുക്കറിയാം അല്ലേ? 1 to 2 ആണ് നമ്മളുടെ കംപ്രഷൻ എന്ന് പറയുന്നത്. സോ 1 to 2 കംപ്രഷൻ എല്ലാവർക്കും സെയിം. എല്ലാവർക്കും സെയിം എന്ന് പറയുമ്പോൾ ഈ പോയിന്റിൽ നിന്ന് വേണം എല്ലാവരുടെയും ഹീറ്റ് അഡീഷൻ തുടങ്ങാൻ.
സെയിം കംപ്രഷൻ റേഷ്യോ ആൻഡ് ഹീറ്റ് ഇൻപുട്ടും ഇവിടെ സെയിം ആയിരിക്കും. ഇനി ഈ പോയിന്റ് എത്തിയതിനു ശേഷം ഓരോരുത്തർക്കും കൊടുക്കുന്ന ഹീറ്റ് ഇൻപുട്ട് നമുക്ക് നോക്കാം. ആദ്യം ഓട്ടോ എന്ന് പറയുമ്പോൾ ടു കോൺസ്റ്റന്റ് വോളിയം ഇതായിരിക്കുന്നു. കോൺസ്റ്റന്റ് വോളിയത്തിൽ പോയ ഓട്ടോ സൈക്കിൾ. അടുത്തത് ഇവിടെ നിന്ന് ഡീസൽ പോയി 2 3. അടുത്തത് ഡുവല് പോകുന്നു 2 2 to 3. കാരണം കുറച്ച് കോൺസ്റ്റന്റ് വോളിയം പിന്നെ കോൺസ്റ്റന്റ് പ്രഷർ. അപ്പോ ഈ 3 സൈക്കിളിന്റെ ഹീറ്റ് അഡീഷൻ കഴിഞ്ഞു. പിന്നെ എക്സ്പാൻഷൻ തിരിച്ച് ഇനീഷ്യൽ പോയിന്റിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പോയിന്റിന് ഒരു സ്ട്രെയിറ്റ് ലൈൻ മേലോട്ട് വരയ്ക്കണം. എന്നിട്ട് ഇവരെല്ലാം തിരിച്ച് പഴയ പോലെ ആ സ്റ്റേജിലോട്ട് കൊണ്ടുവരണം. അതായത് 1 2 3. ഇത് ഡീസലിന്റെ ഈ പോയിന്റ് ഡീസലിന്റെ, ഈ ഒരു പോയിന്റ് ഡുവലിന്റെ, ഈ ഒരു പോയിന്റ് ഓട്ടോടെ. എന്നിട്ട് അവരെല്ലാവരും അവിടെ നിന്നും തിരിച്ച് ഹീറ്റ് റിജക്ഷൻ താഴോട്ട് വരുന്നു. ഡീസൽ, ഡുവൽ ആൻഡ് ഓട്ടോ. ഇത് നമ്മളുടെ PV ഡയഗ്രാം. ഇനി നമ്മൾ ഇതേപോലെ TS ഡയഗ്രത്തിലോട്ട് വരാൻ പോവാണ്. TS ഡയഗ്രത്തിൽ എന്ത് തന്നെയാണ്? സെയിം കംപ്രഷൻ റേഷ്യോ. അപ്പൊ 1 to 2 എല്ലാവർക്കും ഒരേപോലെ നമ്മൾ കൊണ്ടുവന്നു. എന്നിട്ട് ആദ്യം നമ്മൾ ഓട്ടോ വരച്ചു. ഓട്ടോ വോളിയത്തിനാണ് സ്റ്റീപ്പ് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. സോ വോളിയം സ്റ്റീപ്പായിട്ട് പോയി. ഇവിടെ നമ്മൾ ഓട്ടോയുടെ പോയിന്റ് കൊണ്ടുവന്നു. അവിടെ നിന്നും ഹീറ്റ് റിജക്ഷൻ, അതായത് ഓട്ടോയുടെ ഹീറ്റ് റിജക്ഷൻ. ഇത് ഓട്ടോ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് കോൺസ്റ്റന്റ് പ്രഷർ, ഇതിനേക്കാൾ സ്റ്റീപ്നെസ് കുറഞ്ഞത് 2 നിന്നും 3 നമ്മുടെ ഡീസൽ പോയി അയാളത് ഇവിടെ വന്നു. സോ ഇത് അയാളുടെ ഹീറ്റ് റിജക്ഷൻ. ഇത് ഡീസൽ. ഇനി സെയിം തിങ് നമ്മളുടെ ഡുവൽ, അത് കോൺസ്റ്റന്റ് വോളിയത്തിലും കുറച്ച് പോകുന്നു, കോൺസ്റ്റന്റ് പ്രഷറിലും ബാക്കി പോകുന്നു. എന്നിട്ട് എഗെയിൻ ഇവിടെ വരുന്നു, തിരിച്ചു പോകുന്നു. സോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത്രയും ദൂരം എന്ന് പറയുന്നത് നമ്മളുടെ ഡുവലിന്റെയാണ്. ഈ ഡയഗ്രാം വരച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആണോ? PV ആൻഡ് TS ഡയഗ്രാം എല്ലാവർക്കും ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എഫിഷ്യൻസി ഓഫ് എനി സൈക്കിൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന സൈക്കിൾ, എയർ സൈക്കിൾസിനെല്ലാം തന്നെ നമ്മളൊരു ജനറൽ എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? 1 മൈനസ് ഹീറ്റ് റിജക്റ്റഡ് ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈ. ഇവിടെ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഫോർ സെയിം ഹീറ്റ് ഇൻപുട്ട്, അല്ലെങ്കിൽ സെയിം ഹീറ്റ് ഇൻപുട്ട് അല്ലെങ്കിൽ ഹീറ്റ് സപ്ലൈഡിന് ഹീറ്റ് റിജക്ഷൻ കൂടിയാൽ എഫിഷ്യൻസിക്ക് എന്ത് സംഭവിക്കും? ഹീറ്റ് റിജക്ഷൻ കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസിക്ക് എന്ത് സംഭവിക്കും? എഫിഷ്യൻസി കുറയും അല്ലേ? അതിൽ നമുക്ക് സംശയമൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഏരിയ അണ്ടർ TS ഡയഗ്രാം. എന്താണ് ഏരിയ അണ്ടർ TS ഡയഗ്രാം നമുക്ക് തരുന്നത്? ഏരിയ അണ്ടർ TS ഡയഗ്രാം ഹീറ്റ് ട്രാൻസ്ഫർ ആണ് അല്ലെ? ഏരിയ അണ്ടർ TS ഡയഗ്രാം വിൽ ഗിവ് യു ഹീറ്റ് ട്രാൻസ്ഫർ. ഇനി നിങ്ങൾ ഈ ഡയഗ്രത്തിൽ ഒന്ന് നോക്കി പറഞ്ഞേ, ഹീറ്റ് റിജക്റ്റഡ് ഫോർ ഓട്ടോ, ഹീറ്റ് റിജക്റ്റഡ് ഫോർ ഡുവൽ, ഹീറ്റ് റിജക്റ്റഡ് ഫോർ ഡീസൽ. എങ്ങനെയാണ് ഇവരുടെ വാല്യൂ വരിക? ഏതാണ് ഹീറ്റ് റിജക്ഷൻ? 4 to 1 ആണ് ഹീറ്റ് റിജക്ഷൻ. അപ്പൊ ഓട്ടോ സൈക്കിളിന്റെ ഹീറ്റ് റിജക്ഷൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? ഏരിയ അണ്ടർ ദാറ്റ് ലൈൻ. ഏരിയ അണ്ടർ ദാറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഈ 4 നമ്മുടെ ഈ പറയുന്ന പോയിന്റും 1ഉം ഇതിന് താഴെയുള്ള ഈ ഏരിയ ആണ് ഓട്ടോയുടെ
ഹീറ്റ് റിജക്ഷൻ. അതേപോലെ ഡുവലിന്റെ വരുമ്പോഴോ ഈ പോയിന്റ് മുതൽ 1 വരെ, അപ്പൊ ഈ ഒരു ഏരിയയും കൂടെ നമുക്ക് ഡുവലിന് വരും. അതേസമയം ഡീസൽ ആണെങ്കിലോ ഡീസലിന് ഈ ഒരു ഏരിയയും കൂടെ വരും. അപ്പൊ ഏറ്റവും കൂടുതൽ ഏരിയ വന്നിരിക്കുന്നത് ആർക്കാണ്? ഏറ്റവും കൂടുതൽ ഏരിയ ഹീറ്റ് ട്രാൻസ്ഫർ വന്നിരിക്കുന്ന ആർക്കാണ്? ഏറ്റവും കൂടുതൽ? ഡീസലിനാണ് ഈ പറഞ്ഞ താഴത്തെ ഏരിയ കൂടുതൽ അല്ലേ? അപ്പോ ഡീസലാണ് അവിടുത്തെ ഏറ്റവും വലിയ ഹീറ്റ് ട്രാൻസ്ഫർ ഉള്ള ആള്. ഏത് ഹീറ്റ് ട്രാൻസ്ഫർ? ഹീറ്റ് റിജക്ഷൻ കൂടുതലുള്ള ആളാരാണ്? ഡീസൽ. അതിനേക്കാൾ കൂടി അല്ലെങ്കിൽ അതിനേക്കാൾ തൊട്ട് താഴെ നിൽക്കുന്ന ആളാരാണ്? ഡുവലാണ്. ഏറ്റവും കുറഞ്ഞ ഹീറ്റ് റിജക്ഷൻ ഉള്ള ആളാരാണ്? ഓട്ടോയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? Heat rejection of Otto is less than dual cycle. Heat rejection of dual cycle is less than diesel cycle. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയാൻ പറ്റുമോ? ഈ ഗ്രാഫ് നോക്കിയിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് പറയാൻ പറ്റുമോ? Heat rejection of Otto is less than dual cycle, which is less than diesel cycle. ഇത് പറയാൻ പറ്റുമല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേ, ആർക്കാണ് എഫിഷ്യൻസി കൂടുതൽ വരിക? ഓട്ടോ സൈക്കിളിന്റെ എഫിഷ്യൻസിയാണ് കൂടുതൽ കമ്പയർഡ് ടു ആര്? ഡുവൽ സൈക്കിളിനേക്കാൾ. അയാൾ ആരേക്കാൾ കൂടുതലാണ്? ഡീസൽ സൈക്കിളിനേക്കാൾ. എന്തുകൊണ്ട്? ഹീറ്റ് റിജക്ഷൻ ഏറ്റവും കുറവ് ഓട്ടോയ്ക്കാണ്. ഹീറ്റ് റിജക്ഷൻ കുറയുമ്പോ എഫിഷ്യൻസി കൂടണം. ഹീറ്റ് റിജക്ഷൻ കുറയുമ്പോ എഫിഷ്യൻസി കൂടണം. സോ ഹീറ്റ് റിജക്ഷൻ ഓഫ് ഓട്ടോ കുറവാണ്, അതുകൊണ്ടാണ് അയാൾക്ക് ഏറ്റവും വലിയ എഫിഷ്യൻസി. ഹീറ്റ് റിജക്ഷൻ ഓഫ് ഡുവല് ഓട്ടോയേക്കാൾ കൂടുതലാണ്, ഡീസലിനേക്കാൾ കുറവാണ്. സോ എഫിഷ്യൻസി ഇവരെ രണ്ടുപേരുടെ ഇടയ്ക്കാണ്. ഹീറ്റ് റിജക്ഷൻ ഓഫ് ഡീസൽ ബാക്കിയുള്ള രണ്ടുപേരേക്കാൾ കൂടുതലായതുകൊണ്ട് അയാളുടെ എഫിഷ്യൻസി ഏറ്റവും ലോയാണ്. ഇത് വെച്ചിട്ട് നമുക്കൊരു കമ്പാരിസൺ പറയാം. ഫോർ എ സൈക്കിൾ അല്ലെങ്കിൽ ഫോർ ദ സൈക്കിൾസ് ഓപ്പറേറ്റിംഗ് ബിറ്റ്വീൻ സെയിം കംപ്രഷൻ റേഷ്യോ ആൻഡ് ഹീറ്റ് ഇൻപുട്ട്. കാരണം നമ്മൾ കോൺസ്റ്റന്റ് ഹീറ്റ് സപ്ലൈഡ് ആയിരിക്കണം അല്ലേ? അപ്പൊ ഹീറ്റ് ഇൻപുട്ടും നമ്മുടെ കംപ്രഷൻ റേഷ്യോയും കോൺസ്റ്റന്റ് ആക്കി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ 3 സൈക്കിളിനെ വർക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ the efficiency of Otto will be higher than dual cycle, which will be higher than diesel cycle. ഓക്കെ, അപ്പോ ഇതിൽ നിന്നും ഈ ഒരു പോയിന്റ് ക്ലിയർ ആണോ? Efficiency of Otto cycle is higher than dual cycle, which is higher than diesel cycle. ഇതില് നമ്മൾ ഈ രണ്ട് കാര്യങ്ങളും നോക്കിക്കൊണ്ടു പോകണം. രണ്ട് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ യൂഷ്വലി എഫിഷ്യൻസി കമ്പാരിസൺ ആണ് ചോദിക്കുന്നത്. അതേസമയം അവർക്ക് നമ്മളെ തൃപ്തിയാക്കാനായിട്ട് എന്തും ചോദിക്കാം. ഈ പറയുന്ന ഹീറ്റ് റിജക്ഷനും കൂടെ നമുക്ക് ചോദിക്കാം. ഓക്കെ, സോ കോൺസെപ്റ്റ് വൈസ് തന്നെ നമ്മൾ മനസ്സിലാക്കി പോവുക. അപ്പോ നമുക്ക് ഏത് ചോദിച്ചാലും, ഈവൻ ഹീറ്റ് റിജക്ഷൻ ചോദിച്ചാലും എഫിഷ്യൻസി ചോദിച്ചാലും നമുക്ക് ആക്സെപ്റ്റ് മീൻസ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ എഫിഷ്യൻസി ഓഫ് ഓട്ടോ, ഡ്യുവൽ ആൻഡ് ഡീസൽ സൈക്കിൾ എപ്പോഴും വരുന്നത് സെയിം കംപ്രഷൻ റേഷ്യോ ആൻഡ് ഹീറ്റ് ഇൻപുട്ട്. ഓക്കെ, സോ സെയിം കംപ്രഷൻ റേഷ്യോ ആൻഡ് ഹീറ്റിലുള്ള കമ്പാരിസൺ ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, അപ്പോ സെയിം കംപ്രഷൻ റേഷ്യോയിലുള്ള ഹീറ്റ് റിജക്ഷൻ ഡ്യുവൽ, ഡീസൽ ആൻഡ് ഓട്ടോ സൈക്കിളിന്റെ കമ്പാരിസൺ ആണ് നമ്മൾ നോക്കിയത്. ഇനി നമ്മൾ ഒരു കമ്പാരിസൺ കൂടെ നോക്കാൻ പോകുന്നു. അതെന്ന് പറയുന്നത് കമ്പാരിസൺ ഓഫ് ഓട്ടോ ആൻഡ് ഡീസൽ ഫോർ ദ സെയിം മാക്സിമം പ്രഷർ. ഡീസൽ
ഈ രണ്ട് സൈക്കിളിന് മാത്രമാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഇത് അങ്ങനെ യൂഷ്വലി എപ്പോഴും ചോദിക്കുന്ന പോയിന്റ് അല്ല, പക്ഷെ ഇത് ഞാനൊരു ടെക്സ്റ്റ് ബുക്കിൽ റെഫർ ചെയ്തപ്പോൾ ഈ ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ വെറുതെ മിസ് ചെയ്യണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ ആ ഒരു പോയിന്റും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തതാണ്. ഇതില് സെയിം മാക്സിമം പ്രഷർ വെച്ചുകൊണ്ടിട്ടാണ് നമ്മളുടെ കമ്പാരിസൺ റേഷ്യോ ഒരു വേരിയബിൾ ആണ്. പിന്നെ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് മാക്സിമം പ്രഷർ. ഓക്കെ, പിന്നെ ബ്രേക്ക് ആവണം. എവിടെ നിന്നൊക്കെ ബ്രേക്ക്? നമ്മൾ മാക്സിമം പ്രഷർ എന്ന് പറയുന്ന പോയിന്റ് തൊട്ട് ബ്രേക്ക് ആയോ? മാക്സിമം പ്രഷർ ഇത് സ്റ്റാർട്ട് ചെയ്തു. ഹലോ, ഈ പോയിന്റ്. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഇനി ഒന്ന് ബ്രേക്ക് ആവണേ പറഞ്ഞു, ഞാൻ ഒന്ന് റീസെറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ കമ്പാരിസൺ ഓഫ് ഓട്ടോ ആൻഡ് ഡീസൽ സൈക്കിൾ ഫോർ ദ സെയിം മാക്സിമം പ്രഷർ. ഇത് ഞാനൊരു ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, അപ്പൊ നമ്മള് കമ്പാരിസൺ ഓഫ് ഓട്ടോ ഡ്യുവൽ ആൻഡ് ഡീസൽ ചെയ്തു. അത് യൂഷ്വലി ചോദിക്കുന്നത് ഈ പറഞ്ഞ സെയിം കംപ്രഷൻ റേഷ്യോ ആണ്. അപ്പൊ ഇതൊരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് റെഫർ ചെയ്തപ്പോൾ കിട്ടിയൊരു പോയിന്റ് ആണ്. അതായത് സെയിം മാക്സിമം പ്രഷറിൽ ഹൗ ടു കമ്പയർ ഓട്ടോ ആൻഡ് ഡീസൽ. അപ്പൊ ഇവിടെയും നമ്മൾ ഓട്ടോനെ ഡീസലിനെ മാത്രമേ കമ്പയർ ചെയ്യുന്നുള്ളൂ. നമ്മളുടെ ഡ്യുവൽ സൈക്കിളിന്റെ കമ്പാരിസൺ ഇവിടെ വന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഇവിടെ അതൊന്ന് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കംപ്രഷൻ റേഷ്യോ വേരിയബിൾ ആണ്. അപ്പോൾ 1 എന്ന് പറയുന്ന പോയിന്റിൽ തുടങ്ങി ഡീസൽ സൈക്കിൾ ഞാൻ ആദ്യമായിട്ടൊന്ന് വരയ്ക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ ഡീസൽ സൈക്കിളിന്റെ കോൺസ്റ്റന്റ് പ്രഷർ. സോ അവിടെ നിന്ന് കോൺസ്റ്റന്റ് പ്രഷറിൽ ഹീറ്റ് ആഡ് ചെയ്തു, 3-ലെത്തി, എന്നിട്ട് എക്സ്പാൻഡ് ചെയ്തു, എന്നിട്ട് ഹീറ്റ് റിജക്ട് ചെയ്തു. ഇനി അതേപോലെ ഓട്ടോ തുടങ്ങാം. ഓട്ടോ നമ്മളിതാ പോയിന്റ് 2-ലെത്തി. പോയിന്റ് 2-ലെത്തിയതിനു ശേഷം നമ്മൾ കോൺസ്റ്റന്റ് വോളിയത്തിൽ ഹീറ്റ് ആഡ് ചെയ്ത് 3-യുടെയും 3' പ്രഷർ നമ്മൾ സെയിം ആക്കി. 3-യുടെയും 3' പ്രഷർ നമ്മൾ സെയിം ആക്കി. അപ്പോൾ നമുക്ക് സെയിം പ്രഷർ കിട്ടും. അതായത് സെയിം മാക്സിമം പ്രഷർ വേണമെന്നാണല്ലോ. അങ്ങനെ നമ്മൾ പോയിന്റ് 3 to 3' എത്തി. 3-നും 3'നും സെയിം പ്രഷർ അച്ചീവ് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് 4' കൊണ്ടുവന്നു. എന്നിട്ട് 4' നിന്ന് 1 നമ്മൾ ഹീറ്റ് റിജക്ട് ചെയ്യും. അപ്പൊ ഇതേ സാധനം തന്നെ നമ്മൾ TF ഡയഗ്രത്തിൽ വരച്ചിട്ടുണ്ട്. TF ഡയഗ്രത്തിൽ നമ്മളുടെ 1 to 2' കോൺസ്റ്റന്റ് വോളിയം, അടുത്തത് കോൺസ്റ്റന്റ് പ്രഷർ, ഹീറ്റ് റിജക്ഷൻ, രണ്ടിന്റെയും ഹീറ്റ് റിജക്ഷൻ. ഹീറ്റ് റിജക്ഷൻ നമ്മൾ TF ഡയഗ്രത്തിൽ നിന്നും നോക്കണമെന്നില്ല. ഇവിടെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് നോക്കിയേ, നമ്മുടെ ഓട്ടോ സൈക്കിൾ ഈ ഒരു ലൈനിന്റെ ഹൈറ്റ് നോക്കിയാൽ തന്നെ നമുക്ക് മതിയാവും. അതായത് ഹീറ്റ് റിജക്ഷൻ പ്രോസസ് ഈസ് സ്മോളർ ഫോർ ഓട്ടോ. ഇതൊരു കുറിപ്പ് വഴിയാണ്. സ്മോളർ ഫോർ ഓട്ടോ, ഡുവലിന് അതിനേക്കാൾ കുറച്ച് കൂടുതൽ, ഡീസലിന് അതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ. ഹീറ്റ് റിജക്ഷൻ പ്രോസസ്സ് കൂടുതലായിട്ടുള്ളത് ഡീസലിന്, അതിനുശേഷം ഡുവലിന്, അതിനുശേഷം ഓട്ടോയിൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു പ്രോസസ് വഴി അച്ചീവ് ചെയ്യണമൊന്നുമില്ല. അപ്പൊ നമുക്ക് PV ഡയഗ്രത്തിന്റെ ഇത് നോക്കിക്കഴിഞ്ഞാലും ആ ലൈനിന്റെ ലെങ്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ആ പറയുന്ന ഹീറ്റ് റിജക്ഷന്റെ ലെങ്തിനെസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. സോ ഓട്ടോ സൈക്കിളിനാണ് ഹീറ്റ് റിജക്ഷൻ കുറവ് എന്ന് നമ്മൾ മനസ്സിലാക്കിയായിരുന്നു. അതിനുശേഷം ഡുവൽ സൈക്കിൾ, അതിനുശേഷം ഡീസൽ സൈക്കിൾ. ഓക്കെ, അപ്പൊ അതേ കോൺസെപ്റ്റ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നാലും മതി. ഡീസലിന് ഹീറ്റ് റിജക്ഷൻ 4 to 1 ആണ് ഡീസൽ. 4' to 1 ആണ് ആര്? ഓട്ടോ. ഓട്ടോയുടെ ഹീറ്റ് റിജക്ഷൻ അത് തന്നെ ഇവിടെ എന്താ 4 to 1-ന്റെ ഹീറ്റ് റിജക്ഷൻ. ഇത് 4'1-ന്റെ ഹീറ്റ് റിജക്ഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഏരിയയും കൂടെ വരും. ഇവിടെ നിന്ന് നമുക്ക് എന്ത് പറയാം? ആർക്കാണ് ഹീറ്റ് റിജക്ഷൻ കൂടുതൽ? ഹീറ്റ് റിജക്ഷൻ കൂടുതൽ ആർക്കാണ്? ഓട്ടോയ്ക്കാണോ ഡീസലിനാണോ? ഓട്ടോ. Heat rejection for auto is higher than heat rejection for diesel. Heat rejection for auto is higher than heat rejection for
ഡീസൽ. ഹീറ്റ് റിജക്ഷൻ കൂടിയാൽ എഫിഷ്യൻസി എങ്ങനെയാകും? എഫിഷ്യൻസി എങ്ങനെയാകും? എഫിഷ്യൻസി കുറവായിരിക്കും. എഫിഷ്യൻസി ഓഫ് ഓട്ടോ വിൽ ബി ലെസർ ദാൻ എഫിഷ്യൻസി ഓഫ് ഡീസൽ. ഇനി ഡുവലും കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ തോന്നിയിരുന്നെങ്കിലോ, നമ്മളിതാ 1 to 2 കോൺസ്റ്റന്റ് വോളിയം വരെ കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മൾ 2 കൊണ്ടുവന്ന് കോൺസ്റ്റന്റ് വോളിയം എടുക്കണം, പിന്നെ നമ്മൾ കോൺസ്റ്റന്റ് പ്രഷറിൽ കൊണ്ടുവരണം, എന്നിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം 5, എന്നിട്ട് നമ്മൾ ഹീറ്റ് റിജക്ഷൻ ചെയ്യണം. അപ്പോഴും നമ്മളുടെ ഹീറ്റ് റിജക്ഷൻ ഇൻ ബിറ്റ്വീൻ ഓട്ടോ ആൻഡ് ഡീസൽ വരുന്നു. ഇൻ ബിറ്റ്വീൻ ഓട്ടോ ആൻഡ് ഡീസൽ. സോ ഡുവൽ ഹീറ്റ് റിജക്ഷൻ ഫോർ ഡീസൽ. ഇപ്പോഴും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ എഫിഷ്യൻസിയുടെ കമ്പാരിസൺ എങ്ങനെ വരുന്നു? എഫിഷ്യൻസി ഓഫ് ഓട്ടോ സൈക്കിൾ ഈസ് ലെസ് ദാൻ എഫിഷ്യൻസി ഓഫ് ഡുവൽ സൈക്കിൾ, വിച്ച് ഈസ് ലെസ് ദാൻ എഫിഷ്യൻസി ഓഫ് ഡീസൽ സൈക്കിൾ. നമ്മൾ നേരത്തെ പറഞ്ഞ റിലേഷൻ നേരെ തിരിഞ്ഞേ. അങ്ങനെയെങ്കിൽ ആ ക്രൈറ്റീരിയയാണ് വളരെ ഇമ്പോർട്ടന്റ്. ഏതാണ് ആ ക്രൈറ്റീരിയ? സെയിം മാക്സിമം പ്രഷർ ആൻഡ് സെയിം മാക്സിമം പ്രഷർ ആൻഡ് സെയിം ഹീറ്റ് ഇൻപുട്ട്. സെയിം ഹീറ്റ് ഇൻപുട്ട് ആണ് വരുന്നതെങ്കിൽ efficiency of diesel cycle is higher than dual cycle, and dual cycle is higher than auto cycle. പക്ഷേ സെയിം കംപ്രഷൻ റേഷ്യോ ആണ് വരുന്നതെങ്കിലോ ഈ കേസ് നേരെ തിരിയുന്നു. ഓട്ടോ സൈക്കിളിന്റെ എഫിഷ്യൻസി ആണ് ഹയർ, വിച്ച് ഈസ് ഹയർ ദാൻ ഡുവൽ, വിച്ച് ഈസ് അഗൈൻ ഹയർ ദാൻ ഡീസൽ. സെയിം കംപ്രഷൻ റേഷ്യോടെയാണ്, സെയിം ഹീറ്റ് ഇൻപുട്ട്. ഇതാണ് യൂഷ്വലി ചോദിക്കാറുള്ള ചോദ്യം. പക്ഷേ നമ്മൾക്ക് സെയിം മാക്സിമം പ്രഷറും അവോയ്ഡ് ചെയ്യാൻ സാധിക്കില്ല. കാരണം അവിടെ നമ്മളുടെ ഈ പറയുന്ന പാരാമീറ്റേഴ്സ് ചേഞ്ച് ആവുന്നത് കൊണ്ട് തന്നെ എന്റെ റിസൾട്ടിനും ഒരു ചേഞ്ച് ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോ മറ്റേത് പഠിച്ചു വെച്ചിട്ട് നമ്മൾ എപ്പോഴും അതേ കമ്പാരിസൺ തന്നെ ആയിരിക്കും വരുന്നത് എന്ന് നമ്മൾ ഒരിക്കലും ആലോചിക്കരുത്. കാരണം എവിടെയൊക്കെ നമ്മൾ കുഴപ്പിക്കാമോ എന്നുള്ള ഒരു പോയിന്റിലായിരിക്കണം നമ്മൾ. മീൻസ് അങ്ങനെ, അതായത് കറക്റ്റ് പാരാമീറ്റേഴ്സിന്റെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് എപ്പോഴും ഉണ്ടാവണം. നമ്മൾ ആ പാരാമീറ്റേഴ്സിന്റെ റെലവൻസ് നമ്മൾ എപ്പോഴും ആലോചിച്ച് നോക്കി വെക്കുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന അതല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ടെൻഡൻസി ഉണ്ടാവും, ഓക്കെ ഇത് കാണുമ്പോഴേ ഇത് നമുക്ക് ഇതാണല്ലോ എന്നുള്ള ഒരു പ്രീ ഡിറ്റർമൈൻഡ് മൈൻഡ് സെറ്റിൽ പോകാതെ ഇരിക്കുക. ഓക്കെ, അപ്പോ ഇത് ക്ലിയർ ആണോ? കമ്പാരിസൺ ഓഫ് ഓട്ടോ ആൻഡ് ഡീസൽ സൈക്കിൾ ഫോർ സെയിം കംപ്രഷൻ റേഷ്യോ ആൻഡ് സെയിം മാക്സിമം പ്രഷർ. ഹലോ, ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ, അപ്പോ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. ഓക്കെ, അപ്പോ നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളായിട്ട് എയർ സൈക്കിൾസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. എയർ സൈക്കിൾസിനകത്ത് നമ്മൾ കാർനോട്ട് സൈക്കിൾ പഠിച്ചു, ഓട്ടോ സൈക്കിൾ പഠിച്ചു, ഡുവൽ സൈക്കിൾ പഠിച്ചു, പിന്നെ മേജർ കമ്പാരിസൺ ആയിട്ട് വരുന്ന ഓട്ടോ, ഡീസൽ ആൻഡ് ഡുവൽ സൈക്കിൾ ആണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇതെല്ലാം തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ചിലപ്പോ എഫിഷ്യൻസിയുടെ എക്സ്പ്രഷൻ ആവാം. കാർനോട്ട് സൈക്കിൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോ നോക്കിയാലും പ്രോബ്ലം ആണ്. ഈ പറയുന്ന പോലെ കാർനോട്ട് സൈക്കിളും അതെ, റിവേഴ്സ് കാർനോട്ട് സൈക്കിളും അതെ. അതായത് ഹീറ്റ് പമ്പ്, റെഫ്രിജറേറ്റർ, അത്തരം കേസുകളിലെല്ലാം തന്നെ നമുക്ക് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് ഈ പറയുന്ന കാർനോട്ട് സൈക്കിൾ. അത് കാർനോട്ട് സൈക്കിളിനെ സൈക്കിൾസ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ അടച്ച് മൂടിയിരിക്കാതെ അയാൾ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മുടെ തെർമൽ എന്ന് പറയുന്ന ഏരിയക്കകത്തും റെഫ്രിജറേഷൻ എന്ന് പറയുന്ന ഏരിയയിലെല്ലാം തന്നെ നമ്മുടെ ഈ പറയുന്ന കാർനോട്ട് സൈക്കിളിന്റെ ഒരു ആപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട് അയാൾ വൈഡ് സ്പ്രെഡ് ആണ്. പക്ഷെ ഓട്ടോ, ഡീസൽ, ഡുവൽ എന്ന് പറയുന്നത് എൻറ്റയർലി കംപ്രൈസിങ് ഇൻ ദി എയർ സൈക്കിൾസ് ഏരിയ.
അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇവിടെ നിന്ന് എവിടെ നിന്ന് വേണോ ആവാം. അപ്പൊ കുറച്ചുകൂടി ചുരുങ്ങി പോകുന്ന ഒരാളാണ് ഇയാള്. പക്ഷെ സ്റ്റിൽ എപ്പോഴും ചോദിച്ചു വരുന്ന ഒരു ഏരിയ തന്നെയാണ് ആര് എയർ സൈക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എയർ സൈക്കിൾസിൽ നമ്മൾ ഇത്രയും പോർഷൻസ് വളരെ ക്ലിയർ ആയിട്ടും വളരെ പക്കയായിട്ടും അതില് എസ്പെഷ്യലി ആ പി വി ഡയഗ്രം, ടി എഫ് ഡയഗ്രം, അതിൻ്റെ അകത്ത് വരുന്ന പോയിന്റ്സ്, അതിൽ തന്നെയും നിങ്ങൾക്ക് നമ്മൾ തെർമോഡൈനാമിക് പ്രോസസ്സിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ നോക്കാം. അതായത് പ്രോസസ് ലൈൻസ് എങ്ങനെയായിരിക്കും, പി വി ആൻഡ് ടി എസ് ഡയഗ്രം, അതെല്ലാം കൂടെ നമുക്കൊന്ന് ഇതിൻ്റെ അകത്ത് ഒരു ഓവർവ്യൂ പോലെ പഠിച്ചെടുക്കാനായിട്ട് സാധിച്ചു. ഓക്കെ, അപ്പോൾ അത്രയും പോർഷൻസ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചു പോവുക. അപ്പൊ നമ്മൾ തിരിച്ച് തെർമോഡൈനാമിക്സിന്റെ അത് നമ്മൾ തെർമോഡൈനാമിക്സ് ബേസിക്സ്, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോയിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്ത ഒരു പ്രോപ്പർട്ടി ആയിരുന്നു എൻട്രോപ്പി. ആ എൻട്രോപ്പിയെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു നിർത്തി. ഇനി നമ്മൾ തെർമോഡൈനാമിക്സിന്റെ മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ റേഷ്യോ കമ്പാരിസൺ ഉണ്ട് ഫോർ സെയിം മാക്സിമം ടെമ്പറേച്ചർ എഫിഷ്യൻസി കമ്പാരിസൺ. അങ്ങനെ ഒരു കമ്പാരിസൺ ഇല്ല. ഇത് തന്നെ ഞാൻ പറയില്ല. അതായത് യൂഷ്വലി നമ്മൾ മിക്കവാറും എവിടെ നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാലും സെയിം കംപ്രഷൻ റേഷ്യോയിലാണ് യൂഷ്വലി ഉള്ള എല്ലാ കമ്പാരിസൺ നടക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നു ഏതോ ഒരു ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്ത് കിട്ടിയതാണ് ഈ പറയുന്ന ഒരു സെയിം മാക്സിമം പ്രഷർ എന്ന് പറയുന്നത്. സെയിം ടെമ്പറേച്ചർ അങ്ങനെ കണ്ടിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് അത് നോക്കാം. സെയിം ടെമ്പറേച്ചർ കൊണ്ടുവന്ന് കഴിയുമ്പോഴേ നമുക്ക് ആ ഹീറ്റ് ഇൻപുട്ട് സെയിം ആക്കാനായിട്ട് ചെറിയ ബുദ്ധിമുട്ട് വരും. ഈ ഹീറ്റ് ഇൻപുട്ട് സെയിം ആക്കിയില്ലെങ്കിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒന്ന് നോക്കിയേ, നമുക്ക് ഹീറ്റ് സപ്ലൈഡ് കോൺസ്റ്റന്റ് ആക്കിയാൽ മാത്രമേ ഹീറ്റ് റിജക്ഷൻ എന്ന് പറയുന്ന പാരാമീറ്ററിന് ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് എഫിഷ്യൻസി കമ്പാരിസൺ കൊണ്ടുവരാനായിട്ട് എളുപ്പമാവുള്ളൂ. അപ്പോൾ ഹീറ്റ് ഇൻപുട്ടും മാക്സിമം ടെമ്പറേച്ചറും സെയിം ആക്കിക്കൊണ്ടുള്ള ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് കുറച്ച് ട്രിക്കി ആയിട്ട്, അതുകൊണ്ടിട്ടായിരിക്കാം അങ്ങനെ ഒരു പാരാമീറ്റർ എടുക്കാത്തത്. പാരാമീറ്റേഴ്സിൽ നമുക്ക് ഈ പറയുന്ന സെയിം കംപ്രഷൻ റേഷ്യോയും അല്ലെങ്കിൽ എക്സ്പാൻഷൻ റേഷ്യോ എല്ലാം തന്നെ നമുക്ക് പാരാമീറ്റർ ആക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ ചൂസബിൾ അല്ലെങ്കിൽ വൈഡ്ലി സ്പ്രെഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ആണ് ഒന്ന് ഈ പറയുന്ന കംപ്രഷൻ റേഷ്യോ, രണ്ട് മാക്സിമം പ്രഷർ. അതായത് നമ്മൾ എഫിഷ്യൻസിയുടെ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കംപ്രഷൻ റേഷ്യോ കൂട്ടിയാൽ എഫിഷ്യൻസി കൂടും. നമുക്ക് സംശയമില്ലാത്ത കാര്യമാണ്. കാരണം എല്ലാ എഫിഷ്യൻസി ടേമിലും 1 - ഉണ്ട്. സോ R ഇൻക്രീസ് ചെയ്യുമ്പോൾ എഫിഷ്യൻസി കൂടും, ഒബ്വിയസ് ആണ്. പക്ഷേ ആ കംപ്രഷൻ റേഷ്യോ എന്ന് പറയുന്ന പാരാമീറ്ററിനെ നമുക്ക് തോന്നിയ പോലെ ഇൻക്രീസ് ചെയ്യാനും സാധിക്കില്ല. അതിന് ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് ഉണ്ട്. എന്തോ ഒരു സാച്ചുറേഷൻ അല്ലെങ്കിൽ ഒരു ഒപ്റ്റിമം വാല്യൂ ഉണ്ട്. ടു ചൂസ് ദ ഒപ്റ്റിമം വാല്യൂ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഐസി എഞ്ചിൻസ് ഒക്കെ പഠിക്കും. അപ്പൊ അത് വെച്ചിട്ടാണ് ഈ നോക്കിംഗ് എന്നൊക്കെ പറയുന്ന ഒന്ന് രണ്ട് കുറച്ച് പാരാമീറ്റേഴ്സ് ഒക്കെ സംഭവിക്കുന്നത്. അപ്പോ കംപ്രഷൻ റേഷ്യോ വെറുതെ കൂട്ടാനും സാധിക്കില്ല, നമുക്ക് ഒരുപാട് കുറയ്ക്കാനും സാധിക്കില്ല. അപ്പൊ അതാണ് കംപ്രഷൻ റേഷ്യോയുടെ സിഗ്നിഫിക്കൻസ്. അതേ കംപ്രഷൻ റേഷ്യോനെ നമ്മൾ വെച്ചുകൊണ്ടിട്ടാണ് ഈ പറയുന്ന മാക്സിമം പ്രഷർ കൊണ്ടുവരുന്നത്. അപ്പോൾ മാക്സിമം പ്രഷർ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കുറച്ചുകൂടെ ഒരു ബെറ്റർ കമ്പാരിസൺ കൊണ്ടുവരാം. അപ്പൊ അതാണ് നമ്മൾ ഈ പറയുന്ന രണ്ടാമത്തെ പാരാമീറ്റർ. മൂന്നാമത്തെ പാരാമീറ്റർ ഇപ്പൊ പറഞ്ഞ ശരിക്കുള്ള ആ ഒരു മാക്സിമം ടെമ്പറേച്ചർ അങ്ങനെ അധികം കണ്ടിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ റെഫർ ചെയ്തപ്പോൾ കണ്ടിട്ടില്ല. അപ്പൊ നമുക്ക് നമ്മളായിട്ട് ഒരെണ്ണം ചെയ്തെങ്കിലേ ഉള്ളൂ. ഓക്കെ,